ഇതെന്ന് പറഞ്ഞാൽ 1 kg പ്രൈസ് അല്ല, ഒരെണ്ണത്തിൻ്റെ ജസ്റ്റ് ഈ ഒരു ആപ്പിളിനാണ് 200 രൂപ ഉണ്ടോ. ഇതിന് 350 രൂപയാണ്. ഒറ്റ മൈൻഡിലായിരിക്കും പോണ ചാവണമെന്നുള്ള ഒരു പൊട്ടാ എന്നുള്ള മൈൻഡിലായിരിക്കും ചിലപ്പോൾ. ഇവിടുത്തെ വണ്ടികൾക്ക് ഫ്രണ്ടിൽ വൈറ്റ് നമ്പർ പ്ലേറ്റും ബാക്കിൽ യെല്ലോ നമ്പർ പ്ലേറ്റും വേണമുണ്ടോ. ശ്രീലങ്കയുടെ സൗത്ത് പ്രൊവിഷനിൽ വരുന്ന ഗാലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, തൊട്ട് ഫ്രണ്ടിലെല്ലാം കാണുന്നത് ഗാലെ ബസ് സ്റ്റാൻഡും പിന്നെ തൊട്ടപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്. അപ്പോൾ ഗാലയിലോട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ ഇവിടെ എത്താവുന്നതാണ്. സദേൺ പ്രൊവിഷനാണ് ഇതെന്ന് പറയുന്നത് ശ്രീലങ്കയുടെ. അപ്പോൾ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഗാലയിലെ കുറച്ച് വിശേഷങ്ങളാണ്. ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വന്ന് ഇവിടെ ബീച്ച് സൈഡിലൊരു റിസോർട്ടൊക്കെ എടുത്തു. അങ്ങനെ ആയിരുന്നു അതിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഗാലയിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഗാല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കൂടുതലും ഈ ഒരു ബീച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ശ്രീലങ്ക ഒരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബീച്ചസ് ഈ ഒരു ഭാഗത്തുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഈ ഒരു ഗാല, പിന്നെ ഇതിന് തൊട്ടടുത്തുള്ള മിർസ എന്നൊക്കെ പറയുന്ന ബീച്ചുകൾ. നമ്മൾ മിർസയിലോട്ട് പോയില്ല, കാരണം അവിടെ ജസ്റ്റ് ബീച്ച് മാത്രമേ ഉള്ളൂ. ഈ ഗാലയിലും ബീച്ചും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. തൊട്ടിപ്പുറത്ത് കണ്ടില്ലേ, ഇവിടെ ഇതൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്, ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഇതൊരു ചെറിയൊരു സ്റ്റേഡിയമാണ്. അപ്പോൾ ഈ സ്റ്റേഡിയത്തിന് ചുറ്റിപ്പറ്റിയാണ് എല്ലാം ഉള്ളതാണ്. ഈ കാണുന്ന ആ ഒരു ഭാഗത്തെല്ലാം കാണുന്നതാണ് ഫോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. തൊട്ട് ബാക്കിൽ അവിടെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ടുക്ക് എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എല്ലാ സമയത്തും ഇങ്ങോട്ട് ഒരുപാട് ബസ്സുകളും, ട്രെയിനിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, ബസ്സുകളൊക്കെ ഒരുപാടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളെന്ന് പറയുന്നത്. ഗവൺമെൻറ് ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡിൽ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നത്, അല്ലെങ്കിൽ ബീച്ച് സ്ട്രൈപ്പ് വരുന്ന ബസ്സുകളാണ് ഗവൺമെൻറ് ബസ്സുകൾ വരുന്നത്. ഇതെല്ലാം പ്രൈവറ്റ് ബസ്സുകളാണ് കേട്ടോ. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ ഇതുപോലെ ഉണ്ട്. ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവർക്ക് ഇതുപോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് പോകേണ്ടത് ആ ഒരു ഫോർട്ടിലോട്ടാണ് ഫസ്റ്റ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഫോർട്ട് കണ്ടുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു വെയിലൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഒരു ഗാലയിലോട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ധാരാളമാണ്. കാരണം രാവിലെ ഒരു ഈവനിങ് കൊണ്ട് നമുക്ക് ഈ ഒരു ഇവിടുത്തെ ഹിസ്റ്റോറിക് സംഭവങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വൈകിട്ട് നിങ്ങൾക്കൊരു ബീച്ച് സൈഡ് കഫേയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് സൺസെറ്റൊക്കെ കണ്ടു പോകാവുന്ന ഒരു ദിവസത്തെ ഇത് മാത്രമേ ഈ ഒരു ഗാലയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളൂ. വേണമെന്നുള്ളവർക്ക് ബീച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ എടുക്കാം. പക്ഷേ ഒരു ദിവസം തന്നെ ഇനഫാണ് ഇവിടെ. അപ്പോൾ നമുക്കിനി ഇതുവഴി വേണം കയറാൻ വേണ്ടിയിട്ട്. ഇതുവഴിയാണ് ഇതിൻ്റെ എൻട്രൻസ്. ഒന്നാണല്ലോ അവിടെ പട്ടമൊക്കെ പറത്തുന്നുണ്ടല്ലോ പിള്ളേർ, വലിയ പട്ടം. അതിൻ്റെ ആ ഒരു ടൈല് കിടക്ക് നോക്കി, എന്തോ ഒരു നീളത്തിനാന്ന് നോക്കി. അയ്യോ, ഇത്രയും വലിയ പട്ടം ഞാൻ എൻ്റെ ജന്മത്തിൽ ഞാൻ ഇത്രയും വലുത് കണ്ടിട്ടില്ല. ഈ ഷോർട്സിലും റീൽസിലൊക്കെ കണ്ടിട്ടുള്ള അല്ലാതെ ഇതുപോലെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സുകൾ. റെഡിൽ ബ്ലൂ സ്ട്രൈപ്പാണ് കേട്ടോ. ബ്ലൂ സ്ട്രൈപ്പ്, ബ്ലൂവും വൈറ്റും സ്ട്രൈപ്പ് വരുന്ന ഇതാണ് ഇവിടുത്തെ ബസ്സുകൾ. ഇത് കണ്ടില്ല, ഗാലയെന്ന് എഴുതിക്കുന്നുണ്ടോ, ഗാല എന്നും ചിലർ പറയുന്നുണ്ട്, ഗാലേ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് ഈ ഒരു ഫോർട്ടിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഇതുവഴി ഫോർട്ടിനുള്ളിൽ കയറാം. നല്ല വെയിലുണ്ട്, സഹിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു നേരത്തെ, അല്ലെങ്കിൽ നേരത്തെ എണീറ്റ് വരണമായിരുന്നു. ഞാൻ ഇന്നലെ കിടന്നൊക്കെ ഉറങ്ങിപ്പോൾ ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി മഴ രാവിലെ കാണുമെന്ന് വെച്ചിട്ട് ഞാൻ പയ്യെ എണീറ്റത്. അപ്പോൾ വേണ്ടേ, ഫുള്ള് നല്ല വെയിലായിട്ടുണ്ട്. അവിടെ ഒരു ശ്രീലങ്കൻ ഫ്ലാഗൊക്കെ പറക്കുന്നുണ്ടോ. ഞാനങ്ങനെ ഈ ഒരു ഗേറ്റ് വഴി ഇതിനുള്ളിലോട്ട് കയറി. അപ്പോൾ ഇതിനകത്ത് ഉണ്ട്, ഈ ഫോർട്ടിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. ഇതിനുള്ളിൽ ഇവിടെ കണ്ടില്ല, ആൾക്കാർ ടെന്നീസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലോക്ക് ടവറിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വേണം പോകാനായിട്ട്. ഇന്ന് ഭയങ്കര വെയിലായിട്ടുണ്ട്. കണ്ടോ, വിയർത്തൊലിക്കുന്നുണ്ടോ, ഒരുപാട് വിയർത്തൊലിക്കുന്നുണ്ട്. ഇന്ന് നല്ല വെയിലുണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയത്ത് എൻ്റെ ബാഗ് ഫുള്ള് നനഞ്ഞ് അതെല്ലാം എടുത്ത് ഞാൻ അവിടെ ഉണക്കാൻ വിരിച്ചിട്ടിട്ടാണ്, റൂമിൽ ഉണക്കാൻ വിരിച്ചിട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ. ഇന്നില്ല, ഭയങ്കര വെയിലാണ്. ഞാൻ വെതർ അപ്ഡേറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വെയിൽ. നാളെയും മറ്റന്നാളും അങ്ങോട്ടൊക്കെ മഴയുടെ ഇത് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ജയ്സാൽമീറൊക്കെ പോയപ്പോഴത്തേക്ക് കണ്ട ആ ഒരു ലിവിങ് ഫോർട്ട് എന്ന് പറയത്തില്ലേ, ലിവിങ് ഫോർട്ട് എന്ന് വെച്ചാൽ ഉള്ളിൽ ഇപ്പോഴും താമസം സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഫോർട്ട് ഹിസ്റ്റോറിക്കലായിട്ട് അങ്ങനെ നിൽക്കുന്നത് അതുപോലൊരു സംഭവമാണ് ഈ ഒരു ഗാലെ ഫോർട്ട് എന്ന് തോന്നുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നിപ്പം ഞായറാഴ്ചയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് വേണം. കാരണം ഈ സ്കൂൾ പിള്ളേരും അങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടുതൽ കണ്ടോ. എല്ലാവരും ഒന്ന് ലീവ് ആയതിനെ കൊണ്ട് കറങ്ങാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നടന്നിട്ട് ആ ഒരു ക്ലോക്ക് ടവറിൻ്റെ അടുത്തെത്തി. ഇവിടെ എൻട്രൻസ് ഫീയോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. എൻട്രൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കയറാം. അങ്ങനത്തെ ഫീസോ സംഭവങ്ങളോ ഒന്നുമില്ല. കണ്ടില്ലേ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു മതിൽക്കെട്ട് നമ്മൾ കണ്ടില്ല, ഒരു ഫോർട്ടിൻ്റെ മുകൾ ഭാഗങ്ങളിലുള്ള വ്യൂസൊക്കെ നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങോട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, വലിയൊരു ക്ലോക്ക് ടവർ ഉണ്ട്.
അതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെയിൽ ഭയങ്കര ചൂട്. നമുക്ക് അങ്ങോട്ട് നടന്ന് അവിടെ നിന്ന് കണ്ടതിന് ശേഷം പിന്നെ ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ ആ ഒരു സൈഡിലോട്ടോ അവിടെ കണ്ടില്ലേ ശ്രീലങ്കൻ ഫ്ലാഗ് നിന്ന് പറക്കുന്നുണ്ടോ. ഇവിടെ ഒടുക്കത്തെ വെയിലാണ്. ആ ഫ്രണ്ടിൽ കാണുന്നതാണ്, നമ്മൾ ആ ഒരു വഴിയാണ് നടന്നു വന്നത്. അതാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറഞ്ഞത്. ചെറിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം, വലിയ സ്റ്റേഡിയം ഒന്നുമല്ല എങ്കിലും ചെറിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയമൊക്കെ. അവിടെ ട്രെയിനിങ്ങും പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ബസ്സുകളൊക്കെ നിരത്തിയിട്ടേക്കുന്നത്. ഒരുപാട് ബസ്സുകൾ ഈ ഒരു ഗ്യാലയിലോട്ടുണ്ട് ശ്രീലങ്കയുടെ പല ഭാഗത്തു നിന്നായിട്ട്. ഇപ്പം ഞാൻ എല്ലാന്നാണ് വന്നത്. എല്ലാന്ന് ഗ്യാലയിലോട്ടൊക്കെ 2-3 ബസ്സുകളൊക്കെ ഡെയിലി ഉണ്ടായിരുന്നു. ഞാനും കുട പിടിച്ച് ഗൈസ്, ഇല്ലാന്നുണ്ടെങ്കിൽ തളർന്ന് വീഴും. കാരണം അമ്മാതിരി വെയിലുണ്ട്, നല്ല വിയർക്കും, നല്ല വെയിലുണ്ട്. നല്ല വെയിലിന് നല്ല ഒരു എന്തോ പറയുന്നത്, നല്ല കാഠിന്യമുണ്ടോ, കാഠിന്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ലതായിട്ട് തളരുന്ന പോലെ ആ വെയിലടിച്ചിട്ട്. കാരണം 2-3 ദിവസം ഫുള്ള് മഴ ആയിട്ട് ഇന്നാണ് ഇച്ചിരി വെയിൽ കണ്ടത്. അപ്പോൾ ആ വെയിലിന് അത്രയും നല്ല ഇതുണ്ട്, നല്ല വീതിയുള്ള വെയിൽ. പഴയ പീരങ്കികളൊക്കെ ഇവിടെ തന്നെ ഇപ്പോഴും അതുപോലെ വെച്ചിട്ടുണ്ട്. പ്ലസ് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ആ താഴെ കാണുന്നുണ്ടോ, ആ കാണുന്നത് ഫിഷ് മാർക്കറ്റാണ്. എങ്കിൽ അവിടെ ഒരുപാട് മീനൊക്കെ ഉണ്ട്. ഇതൊരു ഹാർബറും കൂടിയാണ്, ഈ ഗ്യാലറി ഹാർബറും കൂടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഉണ്ടോ, അവിടുന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീനുകളൊക്കെ വിൽക്കാനുള്ള ചന്തയാണ് അതെന്ന് പറയുന്നുണ്ടല്ലോ. വലിയ വലിയ ചൂരയൊക്കെയാണ് നിൽക്കുന്നത്, വലിയ മീനുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഭയങ്കര കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട് ഇതിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ വെയിലും ഉണ്ട്. പിടിച്ചുകൊണ്ട് നിൽക്കാൻ കുടയൊക്കെ വലിച്ചെടുത്തുകൊണ്ടങ്ങ് പോകും. ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് മഴയത്ത് പോലും ഞാൻ കുട എടുത്തിട്ടില്ല. കാരണം മഴ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കയറി നിൽക്കുമായിരുന്നു. വെറുതെ ഇത് നനച്ച് പിന്നെ ബാഗിൽ വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എടുത്തില്ല. പക്ഷെ ഇന്ന് വെയിലായപ്പോഴത്തേക്ക് എടുക്കാണ്ടിരിക്കാതായി. കുരങ്ങനെ കെട്ടിയിട്ട് വളർത്തുന്നുണ്ട്. അത് കുരങ്ങനെ കൊണ്ടുവരുന്ന ചെയ്യിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. അതിനകത്ത് പാമ്പൊക്കെ ഉണ്ട് കേട്ടോ, ആ കൂടക്കകത്ത് പാമ്പാ. ഇസ് ദാറ്റ് എ സ്നേക്ക് ഇൻസൈഡ്? പാമ്പുണ്ടോ കേട്ടോ, അങ്ങനെ വയ്യൊന്നു. ക്യാൻ യു ജസ്റ്റ് ഷോ മീ? ഓക്കെ. പാമ്പിനെയും കൂടെയിട്ട് കുരങ്ങനെയും കൊണ്ട് കിടക്കുക. മിക്കവാറും അത് തന്നെ കടി കിട്ടും. നടന്ന് കയറി ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ അടുത്തെത്തി. കണ്ടില്ലേ, ഇവിടെ ഒരു ശ്രീലങ്കൻ ഫ്ലാഗൊക്കെ നല്ല പാറി പറന്ന് നിൽക്കുന്നുണ്ടോ. നല്ല കാറ്റുണ്ട്, കണ്ടില്ലേ, അത് അത്രയും ഇതിൽ പറക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നല്ല കാറ്റുണ്ട്. കുടയൊക്കെ എൻ്റെ പിടിച്ചുകൊണ്ട് പോവുക കാറ്റ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ വശം. ഇപ്പോൾ കണ്ടില്ലേ, ക്ലോക്കിൻ്റെ 4 സൈഡിലും 4 സമയമാണ് കേട്ടോ. ഇനി ഇത് ഓടുന്നുണ്ടോ അതോ ഇനി ഓരോ സ്ഥലത്ത് ഇനി ഓരോന്നാണോ ടൈം കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിനി ഓടുന്നില്ലേന്നും എനിക്കറിയത്തില്ല. പക്ഷെ 4 സൈഡിലും 4 സമയം കാണിക്കുന്നുണ്ട്. മേ ബി ചിലപ്പം ആയിരിക്കും, ചിലപ്പം പല സ്ഥലത്തെ ടൈമിങ് വല്ലതും ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ടൈമിങ് ഞാൻ എങ്ങും കണ്ടില്ല, അതെനിക്കറിയത്തില്ല എന്തോന്ന്. അപ്പോൾ കണ്ടില്ലേ, നല്ല പച്ചപ്പ് നിറഞ്ഞൊരു ഫോട്ടോ ഉണ്ടോ. ഓരോ ലെവലിലൊക്കെ അവർ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കാറ്റ്, ഒടുക്കത്തെ കാറ്റ്. കാരണം കുടയൊക്കെ വളഞ്ഞൊക്കെ പോകും. ഇച്ചിരി വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല. കുട എങ്ങാനും ഒടിച്ചിട്ട് വീട്ടിൽ ചെന്നാൽ തിരിച്ച് കയറ്റത്തില്ല. അടിപൊളി വ്യൂ അല്ലേ ഇവിടുന്ന് കാണാൻ. രണ്ട് ഫ്രണ്ടിൽ കണ്ടില്ലേ, ബീച്ച് കണ്ടില്ലേ. ആ കൊടികളൊക്കെ ആ ഒരു സ്റ്റേഡിയത്തിന് ചുറ്റും വെച്ചേക്കുന്ന കൊടികളാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു വലിയൊരു വില്ലയൊക്കെ ഉണ്ട്. വില്ലയല്ല, സോറി, ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, നല്ല വെയിൽ. ഈ ഒരു ഫ്ലാഗും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ക്ലോക്ക് ടവറും കൂടെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇന്നത്തെ ഈ ഒരു സ്കൈ കണ്ടോ കാണാനായിട്ട്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇങ്ങനെ തെന്നിത്തെറിച്ച് കിടക്കുന്നത്. ഇവിടെ മാത്രം അങ്ങനെ. അതുകൊണ്ട് ആ ഭാഗത്തോട്ടൊക്കെ ക്ലൗഡ് മൂട്ടി കിടക്കുക. മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം ഇന്ന് മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രീലങ്കയിൽ വന്നതിന് ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഒരാഴ്ച ആയെന്ന് തോന്നുന്നു. 7 ദിവസമോ 6 ദിവസമോ 7 ദിവസമോ എങ്ങാണ്ടായി, ആ ഒരു റേഞ്ചിലായി. അപ്പോഴത്തേക്ക് ഇന്നാണ് ഇത്രയും വെയിൽ ഞാൻ കാണുന്നത്. ബാക്കി എല്ലാ ദിവസവും ഒന്നുകിൽ മഴ പെയ്യത്തില്ലെങ്കിലും മൂടി കിടക്കുമായിരുന്നു കേട്ടോ. മഴ പെയ്യത്തില്ല, പക്ഷെ മൂടി കിടക്കുമായിരുന്നു. ഇത്രയും വെയിലില്ലായിരുന്നു. വെയിൽ ഇന്നാണ് ഇപ്പം ഇത്രയും വെയിൽ കണ്ടോ, ഭയങ്കര വെയിൽ. ആ വശത്തോട്ട് കിടക്കാം. ആ ഒരു പക്കത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ബീച്ച് വ്യൂ കാണാൻ പറ്റും. നല്ല കടലിൻ്റെ ഒക്കെ നല്ല വ്യൂ കാണാൻ പറ്റും. ഇവിടുന്നുള്ള വ്യൂ ഉണ്ടില്ലേ, ഇവിടെയെങ്കിലും ശരിക്കും പറഞ്ഞാൽ മറ്റേ ബാരിക്കേഡോ അങ്ങനത്തെ ഒന്നും എഴുതി വെച്ചിട്ട് പോലും ഇല്ല അങ്ങോട്ട്. കാരണം ഇവിടുന്നൊക്കെ നേരെ താഴെ കടലാണ്. ഇവിടുന്ന് അതുപോലെ തന്നെ എല്ലാ ആ ഫോർട്ടിൻ്റെ ആ ഭാഗത്തും ഒക്കെ അവിടെ നടന്നു വരുന്ന ഭാഗമുണ്ട്. താഴേക്കൊക്കെ നല്ല ആഴമാണ്. പക്ഷെ ഇവിടെ എങ്ങും അങ്ങനെ ബാരിക്കേഡോ അങ്ങനെ സേഫ്റ്റി സംഭവങ്ങളോ ഒന്നും വെച്ച് ഞാൻ വേറെ സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അത്രയും ഇതായിട്ടെങ്കിലും കണ്ടില്ല.
കണ്ടില്ലേ? അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ ഒരു ഫോർട്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്നുകിൽ ബാരിക്കേഡ് വെച്ചാനെ, അല്ലെങ്കിൽ അവിടുന്ന് അത് ക്ലോസ് ചെയ്താനെ, ഇങ്ങോട്ട് വരാതിരിക്കാൻ ഡേഞ്ചർ ആയതുകൊണ്ട്. ഇവിടെ എനിക്കൊന്നും ചിലപ്പം അവരുടെ ചിന്ത ഇങ്ങനെ ആയിരിക്കും, ചിലപ്പം ജീവനെ കൊതിയുള്ളവനൊന്നും അങ്ങോട്ട് പോകരുത്, ചാവണമെന്നുള്ളവ അങ്ങോട്ട് പോയി ചാടുമെന്നുള്ള മൈൻഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ വെക്കാത്തത്. പക്ഷെ ശരിക്കും വേണം വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വൃത്തിയുണ്ട്. ഇപ്പോൾ വെക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ സേഫ്റ്റി ഒട്ടുമില്ല. ഇവിടെ നേരെ താഴെ കടല ഞാൻ കാണിച്ചത്. ഞാൻ ഒരുപാട് അടുത്തോട്ട് ഞാൻ പോകുന്നില്ല, കണ്ടോ? ഇവിടെ താഴോട്ട് ഫുള്ള് കടലും പാറയൊക്കെയാണ്. അപ്പോൾ ഒട്ടും സേഫ്റ്റി ഉണ്ട്. പോണവർ പോട്ടേന്നായിരിക്കും, ഒറ്റ മൈൻഡിലായിരിക്കും. ചാവണമെന്നുള്ള ഒരു പോട്ടാ എന്നുള്ള മൈൻഡിലായിരിക്കും ചിലപ്പോൾ. ആ കടലിൻ്റെ നടുക്കൊക്കെ. അതുകൊണ്ട് ആ ഭാഗത്തെ പാറയുടെ അവിടെ കണ്ടോ തെങ്ങൊക്കെ കിളിച്ചിരിക്കുന്നുണ്ടോ? തെങ്ങും ചെറിയ കാടല്ല, ഒരു പുൽച്ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വട്ടം ഇട്ട് കാണിക്കുന്നുണ്ട് അവിടെ. ഇവിടെ ഉണ്ടല്ലേ ബീച്ചിൽ ഇറങ്ങാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങ് ഒട്ടും ആഴമില്ല. ആ ഒരു പാറ ആ ഒരു ഭാഗം വരെ ഒന്നും ആഴമില്ലെന്നാണ് പറഞ്ഞത്. എൻ്റെ പുറകിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഗാലെ ലൈറ്റ് ഹൗസ് ആണ്. നല്ല വെയിലുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഇതാണ് ഗാലെ ലൈറ്റ് ഹൗസ്. മുമ്പ് ഇതിനകത്ത് കയറാൻ പറ്റുമായിരുന്നാണ് പറയുന്നത്. ഞാൻ അവിടെ എൻട്രൻസ് ഒക്കെ കണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഇതിനകത്ത് കയറാൻ പറ്റുമെന്നുള്ള രീതിക്ക് കണ്ടായിരുന്നു. പക്ഷേ ഇത് ക്ലോസ് ചെയ്തപ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ ഇതിലങ്ങനെ കയറുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ കണ്ടില്ല, ഇവിടെ ആൾക്കാരെല്ലാം ബീച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം ഈ ഫോർട്ടിനകത്തുള്ള ഒരു സ്ട്രീറ്റിൽ കൂടെ കേട്ടോ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന. സൈഡിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് കുഷൻസ് ഒക്കെ അവൈലബിൾ ആണ്, ഒരുപാട് കഫേകൾ അവൈലബിൾ ആണ്. ഈ ഒരു ബീച്ച് സൈഡിലോട്ടൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് ഒരുപാട് കഫേകളൊക്കെ ഉണ്ട്. ഇത് കൊള്ളാമല്ലേ ഈ ഒരു ഏരിയ കാണാൻ. കറക്റ്റ് നമ്മൾ ഗോവയിൽ പോയപ്പോൾ ഉള്ള ആ ഒരു സെയിം ഡച്ച് ഫ്രഞ്ച് സ്റ്റൈൽ ബിൽഡിങ്ങുകളല്ലേ ഇവിടെയും കാണാനായിട്ട്. നമ്മൾ പോയ അതുപോലത്തെ ഒരു സ്ട്രീറ്റൊക്കെ അല്ലേ കാണാനിത്. ഇന്ന് ഇവിടെ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് നേരത്തെ നമ്മൾ ആ സ്റ്റേഡിയത്തിൻ്റെ അവിടെ കുറേ പേര് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കണ്ടില്ലായിരുന്നു. അവിടെ കുറേ ഫ്ലാഗ് ഒക്കെ വെച്ചിരുന്നത്. അത് അവിടെ ഇന്ന് എന്തോ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടെന്നാണ് ഇവിടെ പുള്ളിക്കാരൻ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളും പിന്നെ അതുപോലെ തന്നെ മ്യൂസിയം ഒക്കെ ഉണ്ട് ഇവിടെ ഇതിനുള്ളിലായിട്ട്. ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്കില്ല ഇവിടെ എന്തോ എക്സിബിഷൻ നടക്കുമെന്നാണ് തോന്നുന്നത്. ഈ ഫോർട്ടിനുള്ളിൽ തന്നെ കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ കാണുന്ന ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ, അത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോർട്ടാണെന്ന് പറഞ്ഞത്. അത് കോർട്ടാണ്, കോർട്ട് ഓഫ് ഗാലയാണ്. ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു വന്നപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു ജംഗ്ഷൻ പോലത്തെ ഈ ഒരു സ്ഥലം. ഇത് നമ്മൾ ഗോവയിൽ പോയപ്പോഴും സെയിം ഇതുപോലത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഇതുപോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ ഗോവൻ ആ ഒരു സ്ട്രീറ്റിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതുപോലത്തെ ഒരു സെയിം സ്പേസ് ഉണ്ടായിരുന്നു. ബിൽഡിങ്ങുകളൊന്നും ഇതുപോലെ അല്ല, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇതുപോലത്തെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ഇതുപോലെ ഒരു കോർണർ സ്പേസിൽ ഇതുപോലെ ഒരു ജ്വല്ലറി ഷോപ്പും ക്ലോത്ത്സിൻ്റെ ഷോപ്പും ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ഏരിയ സെയിം ഇതുപോലെ ഏകദേശം ഇതുപോലെ വരുന്നൊരു സ്പേസ് അവിടെയും ഉണ്ടായിരുന്നു ഗോവയിൽ. ഗോവയിലെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാട് കാർഡ്സൊക്കെ ഉണ്ട്, മറ്റേ പോസ്റ്റ് കാർഡ്സൊക്കെ ഉണ്ട്, പ്രിൻറ്റഡ് പോസ്റ്റ് കാർഡുകളുണ്ട്. ഈ ഗാലയിലെ ഒരു ലൈബ്രറിയാണ്, 1832 കൊണ്ടുവന്നൊരു ലൈബ്രറിയാണ് കേട്ടോ ഇത്. ഇവിടെ ചർച്ചുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മറൈൻ മ്യൂസിയം ഉണ്ട്. ഇതിനകത്ത് 2 മ്യൂസിയം ഉണ്ടായിരുന്നു. ഒന്ന് നാഷണൽ മ്യൂസിയം എന്ന് പറയുന്ന പറഞ്ഞുണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഒരു മറൈൻ മ്യൂസിയം ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മ്യൂസിയത്തിൽ പോകാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് 2 ഒഴിവാക്കിയത്. ഇവിടുത്തെ വണ്ടികളൊക്കെ കണ്ടോ, ഇവിടുത്തെ വണ്ടികൾക്ക് ഫ്രണ്ടിൽ വൈറ്റ് നമ്പർ പ്ലേറ്റും ബാക്കിൽ യെല്ലോ നമ്പർ പ്ലേറ്റും ഉണ്ടോ. ഈ വണ്ടി കണ്ടല്ലോ, ബാക്കിൽ വൈറ്റ് യെല്ലോ ആയിരുന്നു, ഫ്രണ്ടിൽ വൈറ്റ് കളറാണ്. ഈ വണ്ടി കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ യെല്ലോ കളർ നമ്പർ പ്ലേറ്റ് അല്ലേ. ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടോ, ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് വൈറ്റ് കളറാണ് കണ്ടോ. എല്ലാ വണ്ടിക്കും, ബൈക്കിനാണെങ്കിലും സ്കൂട്ടിക്കാണെങ്കിലും. ഞാൻ ആദ്യം വിചാരിച്ചു ചിലപ്പോൾ റെൻ്റ് എടുക്കുന്ന വണ്ടിക്കായിരിക്കും ചിലപ്പോൾ യെല്ലോ കളറായിരുന്നു, പിന്നെ വിചാരിച്ച് വൈറ്റ് ചിലപ്പം റെൻ്റ് എടുക്കുന്നതായിരിക്കും. പിന്നെയാണ് മനസ്സിലായത് ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേറ്റ് ആണ്. ഫ്രണ്ടിലിരിക്കുന്നത് എപ്പോഴും വൈറ്റ് ആയിരിക്കും, ബാക്കിൽ എപ്പോഴും യെല്ലോ ആയിരിക്കും. ഞാനങ്ങനെ കയറിയെടുത്ത് തന്നെ തിരിച്ചെത്തി ഗൈസ്. നമ്മളിതാ ഈ ഒരു വഴിയാണ് പോയത്. ഇതുവഴി കയറിയാണ് ഫോർട്ടിലോട്ട് നമ്മൾ രാവിലെ എൻ്റർ ചെയ്തത്. ഇതുവഴി കയറി അതുവഴി അങ്ങോട്ട് നടന്നു പോയി ആ ഒരു ക്ലോക്ക് ടവറൊക്കെ കണ്ട് അതുവഴി ഇങ്ങനെ റൗണ്ട് അടിച്ചാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു. ചുറ്റി കറങ്ങി നമ്മൾ അങ്ങനെ കറങ്ങി അതുപോലെ നടന്ന് ഇങ്ങ് വരുമായിരുന്നു. ഉണ്ട് ഇവിടെ അവസാനത്തുമ്പോൾ ഇവിടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ ഇവിടെ വരെ എത്തി നമ്മളിനി ഈ ഫോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അതാണ് ക്രിക്കറ്റ് മാച്ച് നടക്കാൻ പോണത്. അപ്പോൾ ഈ ഫ്ലാഗ് ഇട്ടിരിക്കുന്ന പല ടീമിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. നാളെയോ ഇന്നോ എന്തോ ആണ്. അപ്പോൾ ഇവിടെ എന്തോ റാലി നടക്കാൻ പോകുക ഇതിൻ്റെ വണ്ടിയിൽ. ഈ റാലിക്ക് കൊണ്ടുവന്ന വണ്ടികളാണ് ഇതൊക്കെ. അതുകൊണ്ട് അവർ ഫ്ലാഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വണ്ടികൾ. ആ പച്ചയും യെല്ലോയും അതാണ്ട് ഇതിൻ്റെ ഈ ഒരു ഫ്ലാഗിൻ്റെ. അത് കണക്ക് ആ വയലറ്റ് യെല്ലോ ഞാൻ ഇവിടെയും കണ്ടില്ല. അതെനിക്കൊന്ന് വേറെ എവിടെയെങ്കിലും വന്ന് കളിക്കുന്ന ടീമായിരിക്കും. ഉദ്ദേശിച്ചുണ്ട് ഇത് മാച്ച് എന്ന് പറഞ്ഞാൽ 2 സ്കൂളോ കോളേജുകളോ തമ്മിലുള്ളതാണ്. 2 സ്കൂളുകളാണെന്ന് തോന്നുന്നു. എന്തോ സെൻറ്റ് അലോഷ്യസ് സ്കൂളും പിന്നെ എന്തോ ഹോളി എന്തോ ഒരു സംഭവം എനിക്ക് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അവിടുത്തെ സ്കൂളിൻ്റെ മാച്ച് മറ്റന്നാളാണ്, 30-ാം തീയതിയാണ് മാച്ച്. അപ്പോൾ അതിൻ്റെ എന്തോ മോട്ടോ ഷോ പോലത്തെ എന്തോ ഒരു സംഭവമാണ് അല്ലേ.
ഇവിടെ വന്നേക്കുന്ന വണ്ടിയുണ്ടോ ഇത്? അതാണ്ട് എഴുതിക്കുന്നുണ്ടോ സെന്റ് അലോഷ്യസ്. ഇവിടെ ഒന്നുണ്ട് ഇത് കൊള്ളാം അല്ലേ. ഈ സ്കൂൾ ഇതിന് തൊട്ടടുത്ത് എവിടെ ആണ്, അതുകൊണ്ടാണ് അവർ ഈ പരിപാടിയും പ്രോഗ്രാമൊക്കെ ഇവിടെ നടത്തുന്നത്. മറ്റേ ആ ഒരു കളർ ഉണ്ടല്ല, ആ വയലറ്റും യെല്ലോയും, അത് വേറെ ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ടീമാണ്. ചിലപ്പോൾ അവർ ഇതുപോലെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു സൂപ്പർ മസ്തിയാണ് കേട്ടോ. ഫുള്ള് ബസ്സുകളൊക്കെ കണ്ടില്ലേ, മറ്റേ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ടല്ലോ. ടൂറിസ്റ്റ് ബസ് മീൻസ് ഈ ടൂറിസ്റ്റ് റൈഡൊക്കെ നടത്തുന്ന ബസ്സുകളുണ്ടല്ലോ, മേളിൽ ഓപ്പൺ ആക്കിയിട്ടുള്ള അതുപോലത്തെ ബസ്സുകളൊക്കെയാണ്. ഫുള്ള് വണ്ടികളിലും ഇവരുടെ ഫ്ലാഗൊക്കെ കെട്ടി ഫുള്ള് റെഡി ആയിട്ട് നിൽക്കും. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു റാലിയോ അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം രജിസ്റ്റർ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും അവർ വേണ്ടിയിട്ട്. ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ബാക്ക് ഭാഗമാണ്. അപ്പോൾ നേരത്തെ അവിടെ റാലി, അവർ 2 മണിക്ക് ഇവിടെ റാലി ഉണ്ടെന്നാണ്, ഈ ഒരു ടൗണിന് ഫുള്ള് ചുറ്റി റാലിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ആ സംഭവങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് ഭാഗത്താണ്. നമ്മൾ രാവിലെ ഒന്നിറങ്ങിയ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ല, ഇതാണ് ഗ്യാലെ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് എനിക്കൊന്ന് ഇവിടെ എൻഡാണെന്ന് തോന്നുന്നു. ഇതൊരു ജംഗ്ഷൻ ആയിരിക്കും മിക്കവാറും, അതുകൊണ്ടായിരിക്കും ട്രെയിനൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്ട്രീറ്റുകളാണ് ഇതെല്ലാം. ഇവിടെ എല്ലാം ഒരുപാട് ഹോട്ടലുകളുണ്ട്, ഒരുപാട് പബ്ബുകളുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഒരുപാടുണ്ട് കണ്ടില്ലേ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടൽ വന്നതാണ്. ഹോട്ടലുണ്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളങ്ങനെ റൈസും കറിയും പറഞ്ഞു, ചിക്കൻ കറിയും. ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. രാവിലെ ലൈറ്റായിട്ട് കഴിച്ചുള്ളൂ, അപ്പോൾ നല്ല വിശപ്പുണ്ട്. ഒരുപാട് നടന്ന് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രൈഡ് റൈസും കൊത്തു പൊറോട്ട ഉണ്ട്. അതുപോലെ കൊത്തും ഫ്രൈഡ് റൈസും റൈസൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. മിക്ക ഷോപ്പുകളിലും അതൊക്കെ തന്നെയാണ് സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ റൈസും പിന്നെ അതുപോലെ തന്നെ കറിയാണ് പറഞ്ഞത്, റൈസും കറി. ഓക്കെ, ഇതാണ് റൈസ് ആൻഡ് കറി. ഇതിനകത്ത് അരിയുണ്ട്. ഇവിടെ എല്ലാം ഇതുപോലെ മറ്റേ ബിരിയാണി, നമ്മളെ നെയ്ച്ചോറിൻ്റെ ഒക്കെ അരി പോലെ കുഞ്ഞരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സലാഡുണ്ട്. പിന്നെ ഇത് ചിക്കൻ കറിയാണ്. ഇത് വേറെ എന്തോ വലിയ എന്തോ ഒരു വെജിറ്റബിൾ, എനിക്ക് കുമ്പളങ്ങയാണ് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ ഇത് ദാൽ കറിയുണ്ട്. പിന്നെ ഇത് ബീൻസാണ്, ബീൻസ്, 2 കുഞ്ഞ് പപ്പടം, പിന്നെ 2 മറ്റേ ഇത് മുളക് കൊണ്ടാട്ടോ കേട്ടോ, മുളക് കൊണ്ടാട്ടോ തന്നെ അത് തന്നെ. പക്ഷേ ഇത് നീളം മുളക്, നമ്മളവിടെ ഈ നീളം മുളകാണ് വേണ്ട. ഇതാണ് ഇവിടുത്തെ റൈസ് ആൻഡ് കറി. ഇവർ നോർമലി ഉച്ചയ്ക്കുള്ള ഫുഡ് ഇതാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളിലോട്ട് പോകാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഈ കായലല്ല ഈ ഒരു ഇതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഷോപ്പ് കാണിച്ചായിരുന്നു. ആ ഒരു ഷോപ്പിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. HND ഫുഡ്സ് അവിടെ നിന്നായിരുന്നു. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. തൊട്ടിപ്പുറത്തെ കടകളുടെ പേര് കണ്ടോ, ഇപ്പോ റെസ്റ്റോറൻറ്റ്. രാത്രി ആകുമ്പോഴത്തേക്ക് ഇത് വേറെ എന്തെങ്കിലും ആകുമ്പോൾ ഇപ്പോൾ റെസ്റ്റോറൻ്റാണ്, വേറെ എന്താണെന്ന് അറിയത്തില്ല. ഞാനിവിടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്ട്രീറ്റിലാണ്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് കടയിൽ ഇവിടുത്തെ റേറ്റ് ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഇത് 200 രൂപയാണ്, ഇത് 150. ഇതെന്ന് പറഞ്ഞാൽ 1 kg പ്രൈസ് അല്ല, ഒരെണ്ണത്തിൻ്റെ ജസ്റ്റ് ഈ ഒരു ആപ്പിളിനാണ് 200 രൂപ. ഉണ്ടോ, ഈ ഒരു ആപ്പിളിന് 200 രൂപയാണ് ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടല്ലേ, 200. ദിസ് വൺ ഹൗ മച്ച്? ഇത് ഒരെണ്ണത്തിന് 300, ഇത് 200, ഇത് 250. ഈ പച്ച ആപ്പിൾ ഇത് കൊള്ളാം അല്ലേ, ഗോൾഡ് കളറിലെ ആപ്പിൾ അല്ല, മഞ്ഞ കളറിലെ ആപ്പിൾ ഉണ്ടോ, യെല്ലോ ആപ്പിൾ. ഇതിന് 350 രൂപയാണ്. ഇത് ഒരാപ്പിളിനാണ്. ഇതൊരാപ്പിളിന് 200 രൂപ. 200 രൂപയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 100-നകത്ത്, 100 വരത്തില്ല, ഒരു 50-60 രൂപ ആ ഒരു റേഞ്ചാണ് ഒരു ആപ്പിളിന് വരുന്നത്. ഒറ്റ ഒരു ആപ്പിളിന് വരുന്ന പൈസ എത്രയാണ്. ഓറഞ്ചും ഒക്കെ അതുപോലെ. ഇവിടെ ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലയുണ്ട്. ഇങ്ങനെ 1 കിലോയൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഒരു 1000-1500 രൂപയൊക്കെ വേണ്ടി വരുമായിരിക്കും അല്ലേ, 1 കിലോ ആപ്പിളൊക്കെ ആകുമ്പോഴത്തേക്ക് വേണ്ടി വരുമായിരിക്കും മിക്കവാറും. ഇവിടുത്തെ ഒരു കിലോ ഒക്കെ വാങ്ങണമെങ്കിൽ അത്രയും വേണ്ടി വരുമായിരിക്കും. ഏകദേശം നമ്മുടെ അത്ര തന്നെ അല്ലേ, എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരുപാടൊന്നും കൂടുതലല്ലെന്ന് തോന്നുന്നു. ഏകദേശമൊക്കെ നമ്മളിപ്പം 1 കിലോ വെച്ചൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയും വരുമെന്ന് തോന്നുന്നു അല്ലേ, എനിക്കറിയത്തില്ല കൃത്യം. നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്തൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് അവിടെ വരുമ്പോൾ 1 കിലോയ്ക്ക് 200, 150 അല്ലേ ചെറിയ ആപ്പിളിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇവിടെ എനിക്കറിയത്തില്ല ഇത്ര എനിക്ക്, പക്ഷേ ഇത് കൂടുതലാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ബണ്ണിൻ്റെ ഷോപ്പുകളുണ്ട്, ബണ്ണും കേക്കും അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട് ഉണ്ടല്ലേ. ഇവിടെയൊക്കെ ഫുള്ള് ബന്നുകളാണ്. ഈ സമയത്ത് ഇവിടെ വേണ്ട പരേഡും റാലിയൊക്കെ തുടങ്ങി. മറ്റേ ആ ഒരു മാച്ചിൻ്റെ പരേഡൊക്കെ തുടങ്ങി. നമ്മളവിടെ സ്ട്രീറ്റിൽ നിൽക്കാൻ നേരത്താണ് ഇവിടെ ഒച്ച കേട്ട് ഞാനങ്ങനെ നോക്കിയത്. അതിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എത്ര വണ്ടിയെന്ന് നോക്കി, ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഓരോ വണ്ടികളൊന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരുപാട് വണ്ടികളായി. ഇപ്പോൾ 3 മണി സമയമായപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഡിക്കിയൊക്കെ തുറന്ന് പുറകിലിരിക്കുകയാണ്. ഗായ്സ്, അപ്പം അതൊക്കെയാണ് ഗ്യാലയിലെ കാഴ്ചകൾ. ഗ്യാലയിലെ കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു കാണാൻ ഒരുപാടുള്ള സ്ഥലമല്ല ഗ്യാല എന്ന് പറയുന്നത്. ഈ ഗ്യാല, മിർസ ഇതെല്ലാം സൈഡാണ്. അപ്പോൾ കൂടുതൽ ബീച്ച് ആക്ടിവിറ്റീസ്, പിന്നെ അതേപോലെ തന്നെ ബീച്ച് എൻജോയ് ചെയ്യാൻ വരുന്നവർ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളില്ല. നമ്മൾ ഇന്ന് കണ്ട കുറച്ച് കാഴ്ചകൾ മാത്രമേ കാണാനായിട്ട് ഇവിടെ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സ്വിമ്മിംഗ് ഉണ്ട്, സ്നോർക്ലിംഗ് ഉണ്ട്, പിന്നെ സ്ക്യൂബ ഡൈവിംഗ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനത്തേനൊക്കെ വരുന്നവർക്കാണ് ഇവിടെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബീച്ചിൽ ഈവനിങ് കാണാൻ വരുന്നവരും സൺസെറ്റ് കാണാൻ വരുന്നവർക്കൊക്കെ നല്ല ഒരുപാട് റിസോർട്ടുകളും കഫേകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഗ്യാലയിലെ കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാലയിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. കമൻറ്റും ഇടാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ശ്രീലങ്കയിലെ അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരേക്കും ബൈ.